ഭയങ്കരമായ പരിഹാസം അല്ലേ? അതായത് ഭയങ്കരമായ പരിഹാസം. നമ്മൾ സമീപകാലത്തൊന്നും രാഷ്ട്രീയ രംഗത്ത് കണ്ടിട്ടില്ലാത്തത്ര വലിയ പരിഹാസം. രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ആരും ഒട്ടും പിന്നിലല്ല. ഏറ്റവും താഴെയുള്ള KSU പ്രവർത്തകർ, ചെറുപ്പക്കാരായുള്ള KSU പ്രവർത്തകർ തൊട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ തൊട്ട് ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ അതിരൂക്ഷമായിട്ട് പരിഹസിക്കുകയാണ്. എതിർക്കുക അല്ല, പരിഹസിക്കുകയാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ, അവരത് അവസാനിപ്പിക്കാനും പോകുന്നില്ല, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു കാര്യം, ട്രോളുകൾ ക്ഷണിക്കുന്നു. കാർട്ടൂൺ, വീഡിയോ, കൊളാഷ്, പാരഡി ഗാനം എന്നീ വിഭാഗങ്ങളിൽ മികച്ച ട്രോളുകൾ അയർക്കുന്നവർക്ക് സമ്മാനം. ഒന്നാം സമ്മാനം 15,001 രൂപ, രണ്ടാം സമ്മാനം 10,001 രൂപ. അവർക്കൊരു പരസ്യം കൂടെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ വിശദമായിട്ട് വായിക്കുന്നത്. മൂന്നാം സമ്മാനം 5,001 രൂപ. വിഷയം: ആടി ഉലഞ്ഞ ആരോഗ്യവകുപ്പും അഭിനയം പാളിയ ആരോഗ്യമന്ത്രിയും. അവസാന തീയതി മാർച്ച് 5 അയക്കേണ്ട മെയിൽ മുസ്ലിം യൂത്ത് ലീഗ് കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പരസ്യമാണ്. ട്രോളുകൾ ക്ഷണിക്കുന്നു. പരിഹാസമാണ്, രാഷ്ട്രീയമായുള്ള എതിർപ്പല്ല. നമ്മൾ കാണേണ്ടതെന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ ഒരു പനി വന്നാൽ ഫോണിൽ വിളിച്ച് അന്വേഷിക്കും വി ഡി സതീശൻ, രമേശ് ചെന്നിത്തലയും. എങ്ങനെയുണ്ട്, സുഖം തന്നെയല്ലേ, പനി കൂടുതലൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇവർ തമ്മിലൊക്കെ വളരെ പേഴ്സണലി ഭയങ്കര സൗഹൃദമുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള രാഷ്ട്രീയ എതിരാളികളോട് അങ്ങനെയൊക്കെ പെരുമാറുന്ന മാന്യരായിട്ടുള്ള നമ്മുടെ ഈ നേതാക്കൾ, വീണ ജോർജ് പറയുന്നത് മുഴുവൻ ഇവർക്ക് കഴുത്തിന് കുഴപ്പമുണ്ട് എന്ന കാര്യം മനസ്സിലാകാത്ത ആളുകളൊന്നുമല്ല ഇവരാരും. പക്ഷേ ഇവർ അതിനിശ്ചിതമായ പരിഹാസത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആക്രമണമായിരുന്നു ഇതിനേക്കാളും രൂക്ഷമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ രണ്ടുപേരും മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് അതിരൂക്ഷമായിട്ട് അന്നും ഇതിനെ എതിർത്ത ആളുകളാണ്, കല്ലെടുത്തെറിഞ്ഞാണ്. അന്ന് എന്തായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്? അതായത് ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറുണ്ടാകുന്നു, പിണറായി വിജയൻ്റെ പാർട്ടിക്കാരാണ്, ഇടതുപക്ഷക്കാരാണ് കല്ലെറിഞ്ഞത്. നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടില്ല, നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഓരോ ആളുകളെയും കേസിൻ്റെ ആളുകളെ അറിയാം. അന്ന് എന്താ പിണറായി വിജയൻ പറഞ്ഞത്? പിണറായി വിജയൻ അതിനിശ്ചിതമായിട്ട് വാർത്താ സമ്മേളനത്തിൽ ഈ സംഭവത്തെ എതിർക്കുക ചെയ്ത്, ഇങ്ങനെ അടിച്ചത്, ഇങ്ങനെ ആക്രമിക്കുന്നത് ഞങ്ങളുടെ നയമല്ല, അവരുടെ ആൾ തന്നെ അടിച്ചത്, പക്ഷേ ഞങ്ങളുടെ നയമല്ല എന്ന് തള്ളി പറഞ്ഞു. അന്നത്തെ CPI സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞെന്താണ്? ഇത് ഞങ്ങളുടെ നയമല്ല, ഇടതുപക്ഷക്കാർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഞങ്ങൾ ഈ ആക്രമണത്തെ തള്ളിപ്പറയുന്നു, ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു പന്ന്യൻ രവീന്ദ്രൻ. അന്നത്തെ മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു VS അച്യുതാനന്ദൻ, അന്നല്ലേ? VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? ഈ ആക്രമണത്തെ സമ്പൂർണ്ണമായിട്ട് തള്ളിപ്പറയുന്നു. VS അച്യുതാനന്ദൻ ആ ദിവസങ്ങളിൽ നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായിട്ട്, എനിക്ക് അതിനകത്ത് എന്തോ ഒരു സംശയമുണ്ട്. എന്തായാലും അതെങ്ങനെയായാലും നിയമസഭയ്ക്കകത്തും പുറത്തും ഉമ്മൻചാണ്ടിയെ അതിശക്തമായിട്ട് ആക്രമിക്കുന്ന ആളാണ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ പറഞ്ഞു, ഈ ആക്രമണം ശരിയല്ല, ഞങ്ങളിതിനെ തള്ളിപ്പറയുന്നു. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം. അതായത് രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുണ്ടാവും, കരിങ്കൊടി കാണിക്കേണ്ട എല്ലാം ഉണ്ടാവും. പക്ഷേ പരിക്കേറ്റു എന്നൊരാൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലൊരു ആക്രമണത്തിന് മുമ്പിലേക്ക് പോയാൽ അതിനെ അതിനിശ്ചിതമായിട്ട് എതിർക്കുക എന്നുള്ളതാണ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകൾ എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ വ്യത്യാസം ഹർഷ എന്താണ് എന്ന് വെച്ചാൽ, ഇത് സമരം നടക്കുകയാണ് എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിപ്പോൾ ഇവർ മാത്രമാണോ ചെയ്യുന്നത്? ഹർഷ, ഇവർ മാത്രമല്ല ചെയ്യുന്നത്. UDF ആഭിമുഖ്യമുള്ള മാധ്യമപ്രവർത്തകർ, രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാം ചെയ്യുന്നത് പരിഹാസമാണ്, എതിർപ്പല്ല. കഴുത്തിൽപ്പെട്ട അത് ഇതെന്ന് പറഞ്ഞാൽ പരിഹസിച്ചുകൊണ്ടേയിരിക്കുകയാണ്.